Hi everyone, welcome to Logic System Design by Neenu. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഏത് ടോപ്പിക്കായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്? SR ലാച്ച് ഓർ RS ലാച്ചസിനെ പറ്റിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? ആ ഒരു ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നമ്മളൊന്ന് വന്നിട്ടുള്ളത്. അതായത് നമുക്കറിയാം നമ്മൾ എന്തിനാണ് ലാച്ചസ് ആൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാച്ചസ് ആൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആർ യൂസ്ഡ് ആസ് ദ മെമ്മറി എലമെൻറ്റ് വിത്തിൻ ദ സീക്വൻഷ്യൽ സർക്യൂട്ട്സ്. അതായത് സീക്വൻഷ്യൽ സർക്യൂട്ട്സിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക? ദ ഔട്ട്പുട്ട് ഓഫ് എ സീക്വൻഷ്യൽ സർക്യൂട്ട് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം ഡിപ്പെൻഡ് ഓൺ ദ ഇൻപുട്ട് അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം ആൻഡ് ഓൾസോ ഓൺ ദ പ്രീവിയസ് ഔട്ട്പുട്ട്. അതായത് നമ്മളൊരു സീക്വൻഷ്യൽ സർക്യൂട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ നമ്മൾ ഇൻപുട്ട് ടെർമിനലിൽ എന്താണ് അപ്ലൈ ചെയ്തത് അതിന് മാത്രമായിരിക്കില്ല ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കുക, പ്രീവിയസ് ഔട്ട്പുട്ടിനും കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ പ്രീവിയസ് ഔട്ട്പുട്ട് അവിടെ സ്റ്റോർ ചെയ്യേണ്ട ഒരു റിക്വയർമെൻറ്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മെമ്മറി എലമെൻറ്റ്സ് യൂസ് ചെയ്യണം. ആ മെമ്മറി എലമെൻറ്റ്സ് ആണ് ലാച്ചസ് ആൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ അതിനകത്ത് ലാച്ചസ് ആണ് ഓൾറെഡി കണ്ടിട്ടുള്ളത്. SR ലാച്ച് എന്താണ് നമ്മൾ ഫെമിലിയറൈസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതായത് SR ലാച്ച് യൂസിങ് നാൻഡ് ഗേറ്റ് ആൻഡ് ഓൾസോ നോർ ഗേറ്റ്. ആ രണ്ട് കേസും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഓപ്പറേഷൻസ് എങ്ങനെയാണ് വരുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, നമുക്ക് അതെങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം. These are the implementation of RS latch or SR latch using the NOR gate and NAND gate and these are the corresponding truth tables. ഈ സർക്യൂട്ട്സും അതിൻ്റെ ഓപ്പറേഷൻസ് എല്ലാം നമ്മൾ ആ SR ലാച്ച് എന്നുള്ളൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോ പോയി കാണണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു ബേസിക് കൺസെപ്റ്റ് അറിയാമെങ്കിൽ മാത്രമേ നമുക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ RS ലാച്ചിനകത്ത് നമുക്ക് എങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്? രണ്ട് ഇൻപുട്ട്സ് ആണുള്ളത്, കറസ്പോണ്ടിംഗ്ലി രണ്ട് ഔട്ട്പുട്ട്സ് ആണുള്ളത്. രണ്ട് സർക്യൂട്ടിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം S and R are the inputs and Q bar are the outputs. ദെൻ ഈ ഒരു സർക്യൂട്ട് എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക? ഇതിൻ്റെ രണ്ട് ഇൻപുട്ട്സിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ ഓപ്പറേഷൻ വരുന്നുണ്ടായിരിക്കുക. ഈ ലാച്ച് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഐദർ സെറ്റ് ഓർ റീസെറ്റ്. അതായത് സെറ്റ് ആവാന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ ഔട്ട്പുട്ട് Q എന്ന് പറയുന്ന ഔട്ട്പുട്ട് 0 ആയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റീസെറ്റ് ആൻഡ് ഇഫ് Q is equal to 1 we can say that the latch is set. ഓക്കെ, സെറ്റ് റീസെറ്റ് എന്നുള്ള രണ്ട് കണ്ടീഷനാണ് ലാച്ചിനുള്ളത് അല്ലേ? ദെൻ ആ ഒരു സെറ്റ് ഓർ റീസെറ്റ് എന്ന് പറയുന്ന കണ്ടീഷൻ വരുന്നത് എപ്പോഴായിരിക്കും? നമ്മളുടെ ഇൻപുട്ട് ടെർമിനൽസിൽ നമ്മൾ എന്താണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ലാച്ച് സെറ്റ് ആവുന്നതും റീസെറ്റ് ആവുന്നതും. ദെൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ കോമ്പിനേഷൻ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു ലാച്ച് മെമ്മറി എലമെൻ്റായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? ഈ രണ്ട് കേസസിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം പ്രീവിയസ് കണ്ടീഷൻ തന്നെ റീറ്റെയിൻ ചെയ്യുന്ന ഒരു ഇൻപുട്ട് കോമ്പിനേഷൻ വരുന്നുണ്ടായിരിക്കും. ദെൻ ദ ലാച്ച് ഈസ് ആക്ടിങ് ആസ് ദ മെമ്മറി. ഓക്കെ, ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ ഔട്ട്പുട്ട് വെൻ വി ആർ അപ്ലൈങ് ദാറ്റ് പെർട്ടിക്കുലർ കോമ്പിനേഷൻ ഇൻ ദ ഇൻപുട്ട്. ഓക്കെ, ദെൻ ദർ ഈസ് എ ഡിസഡ്വാൻറ്റേജ് ഇൻ ദീസ് സർക്യൂട്ട്സ്. അതായത് നമ്മൾ ഈ ഒരു RS ലാച്ച് ഒരു SR ലാച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെമ്മറി എലമെൻ്റ് ആയിട്ടാണ് അല്ലേ? ഈ ഒരു മെമ്മറി എലമെൻറ്റ് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു പെർട്ടിക്കുലർ ഇൻപുട്ട് കോമ്പിനേഷൻ കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു മെമ്മറി എലമെൻറ്റിനകത്ത് either 0 or 1 can be stored അല്ലേ? ദെൻ ദ ഔട്ട്പുട്ട് വിൽ ബി ദ സ്റ്റോർഡ് വാല്യൂ. അങ്ങനെയാണ് നമ്മുടെ മെമ്മറി എലമെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു മെമ്മറി എലമെൻറ്റിൻ്റെ രണ്ട് ഇൻപുട്ട്സ് എന്ന് പറയുന്നത് S ആൻഡ് R ആണ് അല്ലേ? ഈ ഒരു S ആൻഡ് R ക്യാൻ വാരി ആക്സിഡൻ്റലി. അതായത് എന്തെങ്കിലും ഒരു പുറത്തുനിന്നുള്ളൊരു എന്തെങ്കിലും ഒരു എഫക്റ്റ് കാരണം ഇറ്റ് മേ വാരി വിത്തൗട്ട് അവർ നോളേജ്. അതായത് ആക്സിഡൻ്റലി ഈ S ആൻഡ് R ഇൻപുട്ട് വാരി ചെയ്താൽ വാട്ട് വിൽ ഹാപ്പൻ? ഇറ്റ് വിൽ എഫക്റ്റ് ദ സ്റ്റോർഡ് വാല്യൂ അല്ലേ? നമ്മൾ ഇതിനകത്തൊരു 0 എന്നുള്ള ഒരു വാല്യൂ സ്റ്റോർ ചെയ്യണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻപുട്ട്സ് ആയിരിക്കും S ആൻഡ് R എന്നുള്ള ഇൻപുട്ട്സിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കുക അല്ലേ? ദെൻ ആക്സിഡൻ്റലി ഈ S ആൻഡ് R എന്നുള്ളത് വാരി ചെയ്യുകയാണെങ്കിൽ ഇറ്റ് മേ എഫക്റ്റ് ദ വാല്യൂ സ്റ്റോർഡ് ഇൻ ദിസ് memory element. Okay, that is the main disadvantage of this RS latch. It is not controlled. ഇത് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ലാച്ച് അല്ല. അതായത് നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒരു വാരിയേഷൻസ് വരികയാണെങ്കിൽ ഇറ്റ് വിൽ എഫക്റ്റ് ദ stored value. Okay, then it will not act as a perfect memory element. We have to provide a control. അതായത് നമ്മൾ ഡിസൈർ ചെയ്യുമ്പോൾ മാത്രം അതിനകത്തെ വാല്യൂസ് ചേഞ്ച് ചെയ്യണം. നമുക്ക് 0 സ്റ്റോർ ചെയ്യണമെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടൈം ഇൻസ്റ്റൻറ്റിൽ മാത്രം 0 ചേഞ്ച് ചെയ്യണം. അനദർ എന്തൊരു വാരിയേഷൻസ് വന്നാലും അതിനകത്തെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പാടില്ല. അതാണ് നമ്മുടെ റിക്വയർമെൻറ്റ് വരുന്നത്. ദെൻ this disadvantage can be overcome by using a gated RS latch. gated RS latch യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഡിസഡ്വാൻറ്റേജ് ഓവർകം ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള RS ലാച്ചിൻ്റെ സെയിം സർക്യൂട്ട് തന്നെയാണ് വരുന്നത് യൂസിങ് NOR ഗേറ്റ്. ഓക്കെ, ദെൻ ഈ ഒരു പോർഷനാണ് നമ്മളിവിടെ ഒരു ഗേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതായത് നമ്മളിവിടെ ഒരു എനേബിൾ പിൻ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു രണ്ട് ആൻഡ് ഗേറ്റ്സിനും കൺട്രോൾ ചെയ്യുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് അറിയാം രണ്ട് ആൻഡ് ഗേറ്റ്സിൻ്റെ ഇൻപുട്ട്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? R ആൻഡ് S ആണ് അല്ലേ? ദെൻ ഈ R ആൻഡ് S ഇൻപുട്ട്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ലാച്ചിനെ സെറ്റ് ചെയ്യാനും റീസെറ്റ് ചെയ്യാനും പറ്റും. പക്ഷേ ദാറ്റ് ക്യാൻ ബി ഡൺ ഓൺലി വിത്ത് ദ എനേബിൾ പിൻ. അതായത് ഈ ഒരു എനേബിൾ പിൻ നമ്മൾ 1 ആക്കിയാൽ മാത്രമേ R ആൻഡ് Sനകത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ഇൻപുട്ട് കോമ്പിനേഷൻ ഈ ഒരു ലാച്ചിലേക്ക് എത്തുള്ളൂ.
ഈ ഒരു എനേബിൾ പിന്നിൽ 1 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ആർ ആൻഡ് എസ് എന്നുള്ളൊരു പിന്നിൽ എന്ത് അപ്ലൈ ചെയ്തോ അത് ഈ ഒരു ലാച്ചിൻ്റെ ഇൻപുട്ടിലേക്ക് അവൈലബിൾ ആയിരിക്കും. ദെൻ ഇഫ് ഇ ഇസ് ഈക്വൽ ടു 0 ആണെങ്കിലോ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട്സ് പെർമനൻ്റ്ലി 0 തന്നെയാണ് നിൽക്കുന്നുണ്ടായിരിക്കുക. ഒരു ആർ എസ് ലാച്ചിൻ്റെ ഇൻപുട്ടിൽ 2 ഇൻപുട്ടിലും 0 വന്നാൽ എന്താണ് ഉണ്ടായിരിക്കുക, അത് ആ പ്രീവിയസ് സ്റ്റേറ്റിൽ തന്നെ റീറ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കുക. അതായത് അതിനകത്ത് യാതൊരുവിധ ചേഞ്ചസും ഉണ്ടായിരിക്കില്ല. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ആർ എസ് ലാച്ചിനെ കൺട്രോൾഡ് ലാച്ച് ആക്കുന്നത്, അല്ലെങ്കിൽ ഗേറ്റഡ് ലാച്ച് ആക്കുന്നത്. ഈ ഒരു 2 ആൻഡ് ഗേറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിതിനെ കൺട്രോൾ ചെയ്യുന്നത്. അതായത് നമുക്ക് ഈ ഒരു സെക്ഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്തായിരുന്നു, ഈ ഒരു ആർ ആൻഡ് എസ് എന്നുള്ള 2 ഇൻപുട്ട്സിൽ ആക്സിഡൻ്റലി എന്തെങ്കിലും ഒരു വേരിയേഷൻ വന്നാൽ ആ ഒരു വേരിയേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ ഒരു ലാച്ചിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂസ് മാറുമായിരുന്നു അല്ലേ. ക്യൂ ആൻഡ് ക്യൂ ബാർ വിൽ ചേഞ്ച്. ഈ ഒരു എനേബിൾ പിൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് അവിടെ വരുന്നത്, എനേബിൾ പിൻ 1 ആവുന്ന സമയത്ത് മാത്രമേ ആർ ആൻഡ് എസിനകത്ത് വരുന്ന വേരിയേഷൻസ് ഇങ്ങോട്ടേക്ക് കപ്പിൾ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതായത് നമുക്ക് ഈ ഒരു ലാച്ചിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു ലാച്ചിൽ എന്തെങ്കിലും ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്യേണ്ട ടൈമിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു എനേബിൾ എന്നൊരു സിഗ്നൽ 1 ആക്കി കൊടുക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എനേബിൾ 1 ആക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമ്മളിവിടെ ഇൻപുട്ടിൽ എന്തെങ്കിലും വേരിയേഷൻസ് വരുത്തി കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ മെമ്മറി റിഫ്രഷ് ചെയ്യും. ദെൻ ഈ ഒരു ഇ ഈസ് ഈക്വൽ ടു 0 ആണ് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇവിടെ എന്ത് വേരിയേഷൻസ് വന്നാലും ആറിലും എസിലും എന്ത് ചേഞ്ചസ് വന്നാലും ഇവിടെ നമുക്ക് എന്തായിരിക്കും ഔട്ട്പുട്ടിൽ കിട്ടുന്നുണ്ടായിരിക്കുക, ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് ആർ എസ് ലാച്ചിൻ്റെ ഇൻപുട്ടിൽ 0 ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. ദെൻ ആർ എസ് ലാച്ചിൻ്റെ ഇൻപുട്ടിൽ 0 വന്നാൽ എന്താണ് കിട്ടുന്നുണ്ടായിരിക്കുക, പ്രീവിയസ് സ്റ്റേറ്റിൽ തന്നെയായിരിക്കും അത് നിൽക്കുന്നുണ്ടായിരിക്കുക. അതായത് ഞാനിവിടെ 0 അപ്ലൈ ചെയ്തു, ഇൻപുട്ടിൽ എന്ത് വേരിയേഷൻ വന്നാലും ഈ ഒരു ലാച്ച് പ്രീവിയസ് സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു വേരിയേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു ലാച്ചിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂവിൽ യാതൊരു ചേഞ്ചും വരുന്നില്ല. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ആർ എസ് ലാച്ചിനെ ഒരു കൺട്രോൾഡ് ലാച്ച് അല്ലെങ്കിൽ ഒരു ഗേറ്റഡ് ലാച്ചായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ദിസ് ഗേറ്റഡ് ആർ എസ് ലാച്ച് ഈസ് എ ലെവൽ ട്രിഗേർഡ് സർക്യൂട്ട്. അതായത് ഈ ഒരു എനേബിൾ പിന്നിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സിഗ്നൽ ഒരു ലെവൽ ട്രിഗേർഡ് സിഗ്നലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതായത് ഒരു ഹൈ ലെവൽ അല്ലെങ്കിൽ ഒരു ലോ ലെവലിനെ ആയിരിക്കും ഈ ഒരു ടെർമിനൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് ഒരു പെർട്ടിക്കുലർ ഡ്യൂറേഷനിൽ ഒരു ഹൈ സിഗ്നൽ അവിടെ വന്നാൽ മാത്രമേ ഈ ഒരു സെക്ഷൻ ആക്റ്റീവ് ആവുന്നുണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ഒരു ഹൈ സിഗ്നൽ അതായത് 1 വരുന്ന സമയത്ത് മാത്രമേ ഈ ഒരു പിന്നിൽ 1 അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഈ ഒരു ഇൻപുട്ട്സ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു അല്ലേ നമ്മൾ. അതായത് ഈ ഒരു പിന്നിൽ 1 അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഫൈനൈറ്റ് ടൈം ഡ്യൂറേഷനിൽ ആ ഒരു 1 എന്നുള്ളൊരു വാല്യൂ അല്ലെങ്കിൽ ഒരു ഹൈ എന്നുള്ളൊരു വാല്യൂ ഈ ഒരു പിന്നിൽ അവൈലബിൾ ആവണം. then only the inputs will be transferred to the output of these AND gates. ഓക്കെ, അതുപോലെ തന്നെ ഇത് 0 ആക്കി വെക്കാന്ന് പറഞ്ഞാൽ ഒരു ഫൈനൈറ്റ് ഡ്യൂറേഷനിൽ അത് 0 അവിടെ പ്രസൻറ്റ് ആയിരിക്കണം. ഓക്കെ, ദെൻ അതാണ് നമുക്ക് ലെവൽ ട്രിഗേർഡ് എന്ന് പറയുന്നത്. ഈ ഒരു ലെവലിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു ഇൻപുട്ട്. ഓക്കെ, ഹൈ ലെവൽ ഓർ ലോ ലെവൽ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്സിനെ പറ്റിയാണ്. നമ്മളൊരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻറ്റേർണൽ സർക്യൂട്ട് ഡയഗ്രാം നോക്കുകയാണെങ്കിൽ ബേസിക്കലി അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളൊരു സർക്യൂട്ട് എന്ന് പറയുന്നത് നമ്മളിവിടെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ലാച്ചിൻ്റെ സർക്യൂട്ട് തന്നെയായിരിക്കും അതിനകത്ത് ഇൻറ്റേർണലി അവൈലബിൾ ആയിട്ടുള്ളത്. കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഗേറ്റഡ് ആർ എസ് ലാച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, ഈ ഒരു സർക്യൂട്ട് തന്നെയാണ് അതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കുക. ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ സർക്യൂട്ടിനകത്തും ഈ ഒരു ഗേറ്റഡ് ആർ എസ് ലാച്ചിൻ്റെ സെയിം സർക്യൂട്ട് തന്നെയാണ് അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കുക. ദെൻ എന്താണ് ഒരു ലാച്ചും ഫ്ലിപ്പ് ഫ്ലോപ്പും തമ്മിലൊരു വ്യത്യാസം വരുന്നത്? ഈ ഒരു ലാച്ച് ആൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആകെ ഒരു ഡിഫറൻസ് വരുന്നത് ഈ ഒരു എനേബിൾ ഇൻപുട്ടിലാണ്. അതായത് നമ്മൾ ഗേറ്റഡ് ആർ എസ് ലാച്ച് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഈ ഒരു എനേബിൾ പിന്നിൽ നമുക്ക് ഹൈ ഓർ ലോ എന്നുള്ള 2 ലെവൽസ് ആണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കുക അല്ലേ. അതായത് ഒരു ഫൈനൈറ്റ് ഡ്യൂറേഷനിലുള്ള ഒരു ഹൈ ഓർ ലോ സിഗ്നൽ, എനേബിൾ സിഗ്നൽ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഇറ്റ്സ് ഡിപ്പെൻഡ് ഓൺ ദ യൂസർ. നമുക്ക് എങ്ങനെയാണോ നമ്മളുടെ റിക്വയർമെൻറ്റ് വരുന്നത്, നമുക്ക് എപ്പോഴാണോ ഒരു വാല്യൂ ഇതിനകത്തേക്ക് പാസ് ചെയ്യേണ്ടത് ആ ഒരു ടൈമിൽ നമുക്കത് ഹൈ ആക്കി വെക്കാം, അല്ലാത്ത ഡ്യൂറേഷനിൽ നമുക്കത് ലോ ആക്കി വെക്കാം. എനേബിൾ സിഗ്നൽ എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് ടൈം ഡ്യൂറേഷനിലുള്ള സിഗ്നൽ അല്ല വരുന്നത്. നമുക്ക് എപ്പോഴാണോ ആ ഒരു ഇൻപുട്ട് പാസ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കതിനെ ഹൈ ആക്കി വെക്കാം, അതായത് അതിൻ്റെ ലെവൽ ഹൈ ആക്കി വെക്കാം. ബാക്കിയുള്ള ടൈം ഡ്യൂറേഷൻസിൽ നമുക്കതിനെ ലോ ആക്കി വെക്കാൻ ചെയ്യാം. ഓക്കെ, ദെൻ ഈ ഒരു ടെർമിനലിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സിഗ്നലിനനുസരിച്ചിട്ടാണ് അതൊരു ലാച്ച് ആയിട്ടാണോ അതോ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിട്ടാണോ ആക്ട് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്. അതായത് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ദിസ് എനേബിൾ പിൻ വിൽ ആക്ട് ആസ് എ ക്ലോക്ക് ഇൻപുട്ട്. ഈ ഒരു എനേബിൾ പിന്ന് ഒരു ക്ലോക്ക് ഇൻപുട്ടായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. എന്താണ് എനേബിളും ക്ലോക്കും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്? ക്ലോക്ക് സിഗ്നൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ട്രെയിൻ ഓഫ് പൾസസ്.
ഒരു ഫൈനൈറ്റ് ടൈം ഡ്യൂറേഷനിലുള്ള ഒരു 50% ഡ്യൂട്ടി സൈക്കിൾ വരുന്നത്. 50% ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഓൺ ടൈമും ഓഫ് ടൈമും ഈക്വൽ ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ട്രെയിൻ ഓഫ് സ്ക്വയർ വേവ്, അതിനെയാണ് നമ്മൾ ക്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ക്ലോക്ക് സിഗ്നലാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി എ ഫ്ലിപ്പ് ഫ്ലോപ്പ്. ദെൻ ദിസ് സർക്യൂട്ട് വിൽ respond corresponding to the rising edge or falling edge of this clock signal. അതായത് ഇവിടെ നമ്മൾ ഗേറ്റഡ് ആർ എസ് ലാച്ചിൻ്റെ കേസിൽ പറഞ്ഞു, നമ്മളിവിടെ ഒരു ലെവൽ ട്രിഗേർഡ് ആയിട്ടുള്ളൊരു ഇൻപുട്ടായിട്ടാണ് ഗേറ്റഡ് ആർ എസ് ലാച്ചിൻ്റെ കേസിൽ ഈ ഒരു ഇൻപുട്ടിനെ യൂസ് ചെയ്തിട്ടുണ്ടായത്. അതായത് ഒരു ഹൈ ലെവൽ അല്ലെങ്കിൽ ഒരു ലോ ലെവൽ വരുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ദെൻ നമ്മളൊരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം ഈ ഒരു ഇൻപുട്ടിൽ നമ്മളൊരു കണ്ടിന്യൂസ് ക്ലോക്ക് സിഗ്നലായിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കുക. ഈ ഒരു കണ്ടിന്യൂസ് ക്ലോക്ക് സിഗ്നലിൻ്റെ റൈസിങ് എഡ്ജ് എന്ന് പറയുന്നത് 0 to 1 ഉള്ള ഒരു ട്രാൻസിഷനാണ് റൈസിങ് എഡ്ജ് എന്ന് പറയുന്നത്. ദെൻ ഫോളിങ് എഡ്ജ് എന്ന് പറയുന്നത് 1 to 0, 1 എന്ന് പറയുന്ന ഒരു ലെവലിൽ നിന്ന് 0 എന്ന് പറയുന്ന ഒരു ലെവലിലേക്കുള്ള ഒരു ട്രാൻസിഷനാണ് നമ്മൾ ഫോളിങ് എഡ്ജ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ റൈസിങ് എഡ്ജ് 0 to 1. ദെൻ 1ൽ നിന്ന് 0യിലേക്കുള്ള ഒരു ട്രാൻസിഷൻ നമ്മൾ ഫോളിങ് എഡ്ജ് എന്നാണ് പറയുന്നത്. ദെൻ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് എങ്കിൽ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന ഒരു ക്ലോക്ക് സിഗ്നലായിരിക്കും. ആ ഒരു ക്ലോക്ക് സിഗ്നലിൻ്റെ റൈസിങ് എഡ്ജിന് അല്ലെങ്കിൽ ഫോളിങ് എഡ്ജിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും അതിനകത്ത് വേരിയേഷൻസ് വരുന്നത്. ആ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് ഒരു പെർട്ടിക്കുലർ വാല്യൂ സ്റ്റോർ ചെയ്യുന്നതും റീറ്റെയിൻ ചെയ്യുന്നതെല്ലാം വരുന്നത്. ഓക്കെ, അതാണ് ലാച്ചും ഫ്ലിപ്പ് ഫ്ലോപ്പും തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ് വരുന്നത്.